ഇന്ന് നമുക്ക് മുട്ട വാഴയിലയിൽ ഒന്ന് പൊള്ളിച്ചെടുത്ത് നോക്കിയാലോ. സോ ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് നമുക്ക് മുട്ടയൊന്ന് മസാലയിലൊന്ന് ഫ്രൈ ചെയ്യണം. അതിന് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ തീ വളരെ കുറച്ചേ ഇടാവുള്ളൂ, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. അതിനുശേഷം നമുക്ക് പുഴുങ്ങിയ മുട്ട 2ആയിട്ട് മുറിച്ച് ഈ മസാലയിൽ വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ മസാല ഒന്ന് പിടിക്കണം ഈ മുട്ടയിൽ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്യുന്നത്. എന്നിട്ട് 2 മിനിറ്റ് മതിയാകും. അപ്പോഴത്തേക്ക് ഈ മസാലയൊക്കെ ഇന്ന് മുട്ടയിൽ പിടിക്കും. മുട്ട വറുത്ത ഈ സെയിം എണ്ണയിലേക്ക്, ഈ മസാലയിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. അതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് അരിഞ്ഞ് അതാദ്യം ഒന്ന് വഴറ്റണം. പിന്നീട് ഒരു 2 ഇടത്തരം വലുപ്പമുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞ് അതും ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴണ്ട് വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഈ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റണം. അതിനുശേഷം ഇതിലേക്ക് ഒരു തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കണം. തക്കാളിക്ക നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം.
അതിനുശേഷം നമുക്ക് വാഴയില ഒന്ന് തീയിൽ വാട്ടിയതിന് ശേഷം ഈ മസാലയും പുഴുങ്ങി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ പൊതിഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്ക് പാനിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ വാഴയില വെച്ച് ഒന്ന് പൊള്ളിച്ചെടുക്കാം.